ചാത്തപ്പൻ എന്ത് മഷറാന്ന് ചോദിച്ച പോലെ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ പല മുസ്ലിമുകൾക്ക് എന്ത് ഫലസ്തീൻ? നാട്ടിലെ പല അനിവാര്യമായ അത്യാവശ്യമായി കിഡ്നി നഷ്ടപ്പെട്ടവർ, രോഗികൾ, വീടില്ലാത്തവർ, ഇതിനൊന്നും പണം കൊടുക്കാത്തവൻ 1400 അടിയുടെ ഫ്ലക്സ് അടിക്കുകയാണ്, കട്ടൗട്ടുകൾ പൊങ്ങുകയാണ്, വലിയ വലിയ താരരാജാക്കന്മാരുടെ പ്രൗഢി കാണിക്കുകയാണ്. അള്ളാന്റെ ഖുർആൻ എന്താ പറഞ്ഞത്? ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ വകാന ശൈത്വാനു ലിറബ്ബിഹി കഫൂറാ. അനാവശ്യമായി ദുർവിനിയോഗം ചെയ്യുന്ന സമ്പത്ത് ദുരുപയോഗം ചെയ്യപ്പെടുന്നവർ പിശാചിന്റെ കൂട്ടാളികളാണ്. അതിന് പണല്ല, 20,000 17,000 രൂപന്റെ വമ്പൻ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ മത്സരിക്കാൻ. ഇവൻ 800 വെച്ചാൽ അപ്പുറത്തവൻ 1000 വെക്കാണ്. മത്സരിക്കുകയാണ്. ആർക്കു വേണ്ടി? ആർക്കു വേണ്ടി? ചിന്തിച്ചു നോക്കണം. നമ്മൾ ചില സ്ഥലങ്ങളിലൂടെയൊക്കെ പോകുമ്പോൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അറിയുമോ എന്ന് പോലും അറിയില്ല. നോക്കൂ നിങ്ങൾ, ഫലസ്തീൻ ഒരു സ്വതന്ത്ര രാജ്യമാക്കണം എന്ന് പറഞ്ഞ് അവകാശപ്പെട്ട് ഐക്യരാഷ്ട്രസഭയിൽ വോട്ടെടുപ്പ് നടന്നു. ഇത് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിച്ചിരുന്ന ഫലസ്തീൻ ജനതക്ക് സ്വതന്ത്ര ഫലസ്തീനാക്കി മാറ്റണം എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്രമാത്രം സംസാരിച്ചിട്ടുണ്ട്. ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണമെന്ന് പറഞ്ഞ് വോട്ടെടുപ്പ് ഐക്യരാഷ്ട്രസഭയിൽ നടന്നപ്പോൾ 10 രാജ്യങ്ങൾ അവർക്കെതിരായി വോട്ട് ചെയ്തു, സമ്മതിച്ചില്ല. ആ 10 രാജ്യങ്ങളിൽ പല രാജ്യങ്ങളുടെയും ഫ്ലക്സ് ബോർഡുകൾ വെച്ച് സുന്ദരമായി അതിനുവേണ്ടി താരരാജാക്കന്മാരെ പൂജിക്കുന്ന മുസ്ലിമീങ്ങളുണ്ട്. നമ്മൾ പറയല്ലോ, ചാത്തപ്പൻ എന്ത് മഷറാന്ന് ചോദിച്ച പോലെ ഈ നാട്ടിലെ ചെറുപ്പക്കാരായ പല മുസ്ലിമുകൾക്ക് എന്ത് ഫലസ്തീൻ? ഇവിടെയാണ് ഞാനും നിങ്ങളും ഇരുന്ന് സ്വന്തം മനസ്സിനോട്, ഞാൻ പറഞ്ഞതിന്റെ പേരിൽ എന്നെ ആക്ഷേപിക്കാം, എന്നെ നിങ്ങൾക്ക് തെറി വിളിക്കാം, പറയുന്ന ഹക്കിന്റെ പേരിൽ ഇതിനെ നിങ്ങൾക്ക് എതിർക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ച് നോക്ക് പ്രിയപ്പെട്ടവരെ. അതോടൊപ്പം തന്നെ അള്ളാനേക്കാൾ, റസൂലിനേക്കാൾ, ഉമ്മാനേക്കാൾ, വാപ്പാനേക്കാൾ വലുത് താരമായി മാറരുത്. വീണ്ടും അടിവരയിട്ട വാക്ക് നമ്മുടെ ജീവിതത്തെ ശരിക്ക് വെക്കുക. പന്തയം വെച്ച് ലക്ഷങ്ങളും ആയിരങ്ങളും വെച്ച് മത്സരത്തിന്റെ വിജയത്തിന് വേണ്ടി ബെറ്റ് വെക്കുന്ന പ്രവണത അധികരിച്ചാൽ ഇതോടെ അതിന്റെ എല്ലാം നാശവുമായി എന്ന തീരുമാനം നമ്മൾ മനസ്സിലാക്കിയെടുക്കുക. ആയുസാണ് ഓരോ 90 മിനിറ്റും കഴിയുമ്പോൾ ആയുസാണ് ഇങ്ങനെ പോണത് എന്ന് ഓർമ്മിക്കുക. ആവശ്യത്തിനൊക്കെ ഹൈലൈറ്റ് ഒക്കെ കാണണം, അത്യാവശ്യം കളി കാണണം. ഇതൊന്നും ഹറാമാക്കുകയല്ല. ഈ ബോധങ്ങളെല്ലാം നമ്മുടെ മുമ്പിൽ ഉണ്ടാവണം. നമ്മുടെ സുബ്ഹ് നഷ്ടമാകരുത്, നമ്മുടെ ഇബാദത്തുകൾ നഷ്ടമാകരുത്, വീട്ടിൽ നമ്മുടെ ഉമ്മാക്കുപ്പാക്കും നമ്മളെ കിട്ടാതെ പോകരുത്. അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മനുഷ്യന്റെ ആയുസ്സിന്റെ നന്മകൾ ഈ കാരണങ്ങൾ കൊണ്ട് മുടങ്ങി പോകാതിരിക്കാൻ ഒരു ജാഗ്രത ഉണ്ടാവണം. എന്തിനേറെ പല പ്രദേശങ്ങളിലും ഫാൻ ഫൈറ്റ് എന്ന് പറഞ്ഞ് ഗ്രൂപ്പുകൾ ആരംഭിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിൽ ശബ്ദ വോയിസ് മെസ്സേജുകളായി തുരുതുരാ തന്റെ എതിർ ടീമിനെ തോൽപ്പിക്കാൻ സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് അവസാനം വാശിമോത്ത് സ്വന്തം ഉമ്മയെ വാപ്പയെ ചീത്ത വിളിക്കുന്ന ഒറ്റത്തന്തൊക്കെ പിറന്നവനാണെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഡയലോഗ് തുടങ്ങുക. ആ വാക്കിന്റെ അർത്ഥം എന്താന്ന് വായിക്കുന്നത്? നമ്മുടെ അമ്മാനി വാപ്പാൻ ഇത്ര മോശമാക്കി പറയുന്ന വാക്കുകളാണ്. ഇതൊക്കെ ഫാൻസിന് വേണ്ടി ഈ തെറികളെല്ലാം നമ്മൾ കേൾക്കണോ?